ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ആൽക്കഹോളിൽ ഫ്രൂട്ട് സോക്ക് ചെയ്ത ഒരു ഫ്രൂട്ട് കേക്കാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ സ്പൈസസ് അതിനകത്ത് 1/2 ടീസ്പൂണ് നട്ട്മഗ്, 1/2 ടീസ്പൂൺ ക്ലോവ്സിൻ്റെ പൗഡറുണ്ട്, 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ. അത് നമുക്ക് ടോട്ടൽ 1.5 ടീസ്പൂൺ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ സോൾട്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഈ വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം. അതല്ല എങ്കിൽ പിന്നെ ഇത് സീവ് ചെയ്താലും മതി, അത് നിങ്ങളുടെ കൺവീനിയൻറ്റ്. ഞാൻ നല്ലതായിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് വേറൊരു വലിയൊരു ബിഗ് ബൗൾ എടുത്തിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് കാണിക്കാം. ഇനി വേറൊരു കുറച്ചുകൂടെ വലിപ്പമുള്ള ബൗൾ എടുത്തിലേക്ക് ഏകദേശം 200 ഗ്രാംസ് 1.5 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, അതിലേക്ക് ഷുഗർ, ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് ആദ്യം ലോ ഇതിൽ ബീറ്റ് ചെയ്യാം 1 മിനിറ്റ്. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ ഞാനത് സ്പീഡ് മീഡിയത്തിലാക്കിയിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് കൂടെ, അതായത് ഇതിൻ്റെ നല്ല ലൈറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ, അതായത് ടോട്ടൽ ഒരു 2.5 മിനിറ്റ്സിൻ്റെ ആ കാര്യമേ ഉള്ളൂ. അത് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക, ബീറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂണ് വാനില എസൻസ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഈ 1.5 കപ്പ് ഫ്ലോറിന് വേണ്ടി ഞാൻ 3 eggs ആണ് എടുത്തത്. 3 eggs 1/1 ആയിട്ട് ബീറ്റ് ചെയ്യുക. അതോടൊപ്പം സ്വല്പം നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരുന്നതായ ഡ്രൈ ആയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ, അത് അല്പം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ബാക്കി 2 eggs കൂടെ ഇതിലേക്ക് സെയിം പ്രോസസ്സിൽ ചേർക്കുക. അപ്പം 3 egg കൂടെ ചേർത്ത് ഇത് ബീറ്റ് ചെയ്ത് ഇങ്ങനെയായി. ഇനി ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നോർമലി ഷുഗർ കാരമലൈസ് ചെയ്താണല്ലോ ചെയ്യുന്നത്, പക്ഷെ ഞാൻ അതിന് പകരമായിട്ട് ഷുഗറിൻ്റെ ടാർട്ട് സൊല്യൂഷൻ, അതായത് മൊളാസിസ് പറയും, അല്ലെങ്കിൽ ട്രിക്കിൾസ്, ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തതിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. ഇത് 1 കപ്പുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും. കാരമലൈസ് ചെയ്യാനൊക്കെ
ബിഗിനേഴ്സിനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഇത് ഇപ്പം അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാം നല്ലതായിട്ട്. ഞാൻ മൊളാസിസ് ഇതിലേക്ക് ചേർത്ത് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ 1 ടേബിൾ സ്പൂണ് ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്, അതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതപ്പം ഒന്ന് സ്വല്പം നോർമൽ വാട്ടർ ഒഴിച്ച് ഒന്ന് ഡൈലൂട്ട് ആക്കി എടുക്കുക. ലിക്വിഡ് ഗ്ലൂക്കോസ് ഞാൻ നോർമൽ വാട്ടറിൽ 1 ടേബിൾ സ്പൂണ് ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്, അത് നോർമൽ വാട്ടറിൽ അത് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ കേക്കിന് നല്ല മോയ്സ്ചർ ആക്കാനായിട്ട് പറ്റും. അപ്പം അതുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ ഇതിനകത്ത് നന്നായിട്ട് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുക. അതിനുശേഷം ഞാൻ 2 ജാം എടുത്തിട്ടുണ്ട്. അതായത് 2.5 ടേബിൾ സ്പൂണ് പൈനാപ്പിൾ ജാം, 2.5 ടേബിൾ സ്പൂണ് മിക്സഡ് ഫ്രൂട്ട് ജാം. നിങ്ങൾക്ക് എന്താണ് കയ്യിലുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതോടൊപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് 1 കപ്പ് ഉണ്ട്. അതായത് ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട്, 1/4 കപ്പ് വാൾനട്ട്സ്, 1/4 കപ്പ് 1/4 കപ്പിൽ കൂടുതലുണ്ട്. ഇതെല്ലാം കൂടെ ടോട്ടൽ 1 കപ്പ് ബദാം. അത് നമുക്ക് ഈ സ്വല്പം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചായ ആ ഓൾ പർപ്പസ് ഫ്ലോർ സീവ് ചെയ്തല്ലേ, അത് ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഇത് ഫ്രൂട്ട്സ് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ നല്ലതായിട്ട് ആ ഫ്ലോറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഞാൻ ഫ്രൂട്ട് സോക്ക് ചെയ്ത ആൽക്കഹോളിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ബാക്കിയുള്ളതായ ഈ ഫ്ലോറിലേക്ക് ആഡ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞ പോലെ 1.5 കപ്പ് ഫ്ലോറിന് 1.5 എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്സും എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ചോയ്സാണ്. നമുക്കത് ഈ വെച്ച ഈ ഫ്ലോറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അതായത് ബേക്കിംഗ് മോഡിൽ ഒരു 170 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. ഇത് പ്രീ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് ബാക്കി പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ബാക്കിയോടെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുക. ഞാൻ ആ ഫ്രൂട്ട്സ് ഈ ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇതിലേക്ക് ഈ നട്ട്സ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അതും ഇതുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതായ പാന് 8 ഇഞ്ചിൻ്റെയാണ്. അതിലേക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ബട്ടർ പേപ്പർ ഓർ പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കുക. ഞാൻ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ മൊത്തം കേക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ടൊരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന്, കാരണം ആ ഫ്രൂട്ട്സ് എല്ലായിടും മിക്സായോ ഇല്ലയോ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി. ഞാൻ ഇതിൻ്റെ മേളിൽ അത് നിങ്ങളുടെ വിഷാണ്. ഇതിൻ്റെ മേളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതായ ഏതാ ഡ്രൈ ഫ്രൂട്ട്സ് അത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇതിനൊപ്പം വെക്കാം. നട്ട്സോ ബദാം അല്ലെങ്കിൽ റേസിൻസ് എന്താണെന്ന് വെച്ചാൽ. പക്ഷെ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്, ജസ്റ്റ് അങ്ങനെ തന്നെ ഞാൻ ബേക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തില്ലെങ്കിലും എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ഓവനിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ വെക്കാം. നമ്മളുടെ അവന് പ്രീഹീറ്റ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതിലേക്ക് ഈ കേക്ക് അത് ഇനിയും ഇതിൻ്റെ ടെമ്പറേച്ചർ ചെയ്യുന്നത് 52, അതായത് 60-ൽ ഞാൻ വെക്കുകയാണ്. നിങ്ങൾ ഓരോ 55 മിനിറ്റ്സ് ആവുമ്പോൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് ടൂത്ത് പിക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ യാതൊന്നും അതിൽ പറ്റിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ കേക്ക് ബേക്ക് ആയാണെന്ന് വെക്കുന്നത്. ഞാൻ അപ്പോൾ ഇപ്പം ഇത് 1 hour 60 മിനിറ്റ്സിലേക്ക് വെച്ചിട്ടുണ്ട്. അതുവരെ അത് ബേക്ക് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. കേക്ക് ബേക്ക് ചെയ്ത് നമുക്ക് കിട്ടി. അത് ഒരു 15 മിനിറ്റ്സോളം ഞാൻ ആ കേക്കിംഗ് പാനിനകത്ത് തന്നെ ബേക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അതൊരു റാക്കിലേക്ക് മാറ്റി. ഇനി ചെറിയ ചൂടുണ്ട്. ഇതിലേക്ക് ഏത് ഫ്രൂട്ട്സ് നമ്മൾ ഇതിനകത്താണോ സോക്ക് ചെയ്ത് അത് വെച്ച് ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് ഇത് ചെയ്യണം. ഞാൻ ഇത് റമ്മിലാണ് സോക്ക് ചെയ്തത് ഈ ഫ്രൂട്ട്. അതുകൊണ്ട് ജസ്റ്റ് എല്ലാ സൈഡും എല്ലാം നന്നായിട്ട് സോക്ക് ചെയ്യുക. നമ്മൾ ആ കേക്ക് ഞാനൊരു 10 മിനിറ്റ് അത് അപ്ലൈ ചെയ്ത ശേഷം പിന്നെ ഇനിയും വെച്ചു. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് ഈ അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് ഇത് ചെയ്ത് അലുമിനിയം
ഫോയിൽ ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇനി നമ്മളിത് അലുമിനിയം ഫോയിലിട്ട് പൊതിഞ്ഞ ഈ കേക്ക് നല്ല ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് കൂൾ ആൻഡ് ഡാർക്ക് ഏരിയയിൽ വെക്കുക. മിനിമം ഒരു 48 hours കഴിഞ്ഞ് ഇത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ കേക്ക് ഞാൻ 48 അല്ല 3 days കഴിഞ്ഞ് ഞാനിത് എടുത്തു. അതൊക്കെ ഫോയിൽ മാറ്റുക. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ കേക്കെന്ന്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല മോയിസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം. അപ്പം നിങ്ങളെല്ലാവരും ക്രിസ്മസ് ഈ കേക്കുമായിട്ട് ഓൾറെഡി ഞാൻ വൈൻ ഇട്ടിട്ടുണ്ട്. അപ്പം കേക്കും വൈനും ചെയ്യുക. എൻജോയ്.